കൊള്ളയിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ഇന്ന് വാദമുണ്ട്. എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിലാണ് ഒരുമിച്ച് വാദം കേൾക്കുക. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ കസ്റ്റഡി അപേക്ഷ ഇഡി ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. പ്രതികളുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയേക്കും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇഡിയുടെ വലയിൽ കൂടി പ്രതികൾ പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഡാനി, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജാമ്യം പത്മകുമാർ ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒപ്പം ഇഡിയുടെ വരവ് കൂടി എങ്ങനെ കാണണം? ഡാനി പോളിലേക്ക് വരാം. ഏതായാലും ഇഡി കൂടി ഈ കേസിൽ ഇടപെടുന്നു. 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിലുണ്ട്. ഇഡി സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻറ്റ് വളരെ വലുതാണ്. കൂടുതലായി ഇവരൊക്കെ കുടുങ്ങാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. നമുക്ക് കാത്തിരുന്നു കാണണം എന്താകും ഈ പ്രതികളുടെ അവസ്ഥ എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളുമായി ഇഡി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ ഡാനി ഇപ്പോൾ ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാനി, വിവരങ്ങൾ. രഞ്ജിത്ത്, ഇന്ന് 3 പേരുടെയും ജാമ്യാപേക്ഷകൾ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കേസിലേക്ക് ഇഡി കൂടി കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത്. കാരണം ഈ പ്രമാദമായ ഒരു കേസായിട്ട് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് മാറുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇഡി ഈ കേസിൽ ഏതെങ്കിലും രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന രീതിയിലുള്ള വസ്തുതാപരമായൊരു പരിശോധന കൂടി ഇഡി നടത്തുകയാണ്. കാരണം ECIR ഉൾപ്പെടെയുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ കോടതി ഒരുപക്ഷെ സമീപിച്ചേക്കും. കാരണം ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്, ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് കോടതികൾ, ഹൈക്കോടതി നേരിട്ട് തന്നെ ആയതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ കേസിൽ ഇപ്പോഴുള്ള പ്രതികൾ തന്നെയാണ് ECIR പ്രകാരം ഇഡി രജിസ്റ്റർ ചെയ്ത കേസിലെയും പ്രതികൾ. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ഇഡിക്ക് കൂടി അതിൻ്റെ ഒരു ബാധ്യതയിലേക്ക് വരുന്നത് കൊണ്ട് ഇഡി കൂടി ഈ കേസിലേക്ക് വരുമ്പോൾ വരുന്ന മുറയ്ക്ക് കൂടുതൽ ചോദ്യം ചെയ്യൽ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഈ കേസിലുണ്ടാകും. ഇന്ന് കോടതിയിൽ നടക്കുന്നത് ഈ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷയിലുള്ള ഒരു വാദമാണ് ഇന്ന് നടക്കുന്നത്. പ്രധാനമായും ഈ കേസിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ 3 പേരും ഗൂഢാലോചനകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പത്മകുമാർ അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത് കൃത്യമായ ഒരു ഇടപെടൽ തന്നെ ഇതിലുണ്ട്. വെയിൽ തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് കോടതി തന്നെ പറയുന്ന ഒരു സ്ഥിതി ഈ ജാമ്യവാദത്തിൻ്റെ വേളയിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്ത് നിന്ന് നിശ്ചിതമായ വിമർശനം പലതവണ അന്വേഷണ സംഘം കേൾക്കേണ്ടി വന്നതും കൂടുതൽ തെളിവുകളിലേക്ക് പോകാനായിട്ട് അവരെയും നിർബന്ധിതരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കൃത്യമായും തന്നെയും ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെയും എന്തുകൊണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ എതിർക്കുന്നു, ഇവർക്ക് ഈ കേസിലെല്ലാം തന്നെ എത്രമാത്രം പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്താനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിനും സർക്കാരിനും തന്നെ സാധിക്കുകയും ചെയ്യും. ഏതായാലും ഇന്ന് ഇതിൽ വാദം തുടരുകയാണ് ഇന്നത്തെ ഒരു നടപടി എന്ന് പറയുന്നത്. ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉള്ളൊരു നിരീക്ഷണങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.